നാടാകെ വിഷു ആഘോഷങ്ങളുടെ നിറവിൽ നിൽക്കെ കൊച്ചി നഗരത്തെ ലക്ഷ്യമിട്ടെത്തിയ മാരക ലഹരി മരുന്നിന്റെ വൻ ശേഖരം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയിരിക്കുകയാണ്. പള്ളുരുത്തി കേന്ദ്രീകരിച്ച് നടത്തിയ അതീവ രഹസ്യമായ നീക്കത്തിനൊടുവിൽ മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ സുഹൈൽ റാഷിദാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ വലയിലായിരിക്കുന്നത്. പ്രതി സഞ്ചരിച്ചിരുന്ന കാറിലും ഇയാൾ താമസിച്ചിരുന്ന മുറിയിലുമായി നടത്തിയ വിശദമായ പരിശോധനയിൽ 142 ഗ്രാം MDMA-യും 4 ഗ്രാം ഹാഷിഷ് ഓയിലുമാണ് ഉദ്യോഗസ്ഥർ കണ്ടെടുത്തത്. വെറും ഒരു ലഹരി ഇടപാടുകാരൻ എന്നതിലുപരി കൊച്ചിയിലെ ലഹരി വിപണി നിയന്ത്രിക്കുന്ന പ്രധാന കണ്ണികളിൽ ഒരാളാണ് സുഹൈൽ എന്നാണ് എക്സൈസ് നൽകുന്ന പ്രാഥമിക വിവരം. ലഹരി മരുന്ന് കൃത്യമായി അളന്നു തിട്ടപ്പെടുത്തി വിൽപ്പന നടത്താൻ ഉപയോഗിച്ചിരുന്ന ഡിജിറ്റൽ ത്രാസ് ഉൾപ്പെടെയുള്ള സന്നാഹങ്ങൾ ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത് സംഭവത്തിന്റെ ആസൂത്രിത സ്വഭാവം വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് മുക്കത്ത് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘത്തിൽ നിന്നും 3.5 കിലോ MDMA പിടികൂടിയതിന് പിന്നാലെ കൊച്ചിയിലുണ്ടായ ഈ വൻ വേട്ട കേരളത്തിലേക്ക് വൻതോതിൽ ലഹരി മരുന്ന് ഒഴുകുന്നു എന്നതിന്റെ ഭീതിപ്പെടുത്തുന്ന സൂചനയാണ് നൽകുന്നത്. പിടിയിലായ പ്രതിക്ക് അന്തർ സംസ്ഥാന ലഹരി മാഫിയയുമായുള്ള ബന്ധത്തെക്കുറിച്ച് എക്സൈസ് അന്വേഷണം ഊർജിതമായിരിക്കുകയാണ്. കൊച്ചിയിലെ ആഘോഷ രാവുകളെ ഇരുട്ടിലാക്കാൻ തക്കം പാർത്തിരുന്ന ലഹരി മാഫിയയുടെ മറ്റൊരു താവളം കൂടി തകർക്കപ്പെടുമ്പോൾ ഉയരുന്നത് ഭീതിപ്പെടുത്തുന്ന ചില ചോദ്യങ്ങളാണ്. മലപ്പുറത്തു നിന്നും കൊച്ചിയുടെ ഇടനാഴികളിലേക്ക് സുഹൈൽ റാഷിദ് എന്ന യുവാവ് ഈ മാരക ലഹരി മരുന്ന് എത്തിച്ചത് ആർക്ക് വേണ്ടിയാണ്? കാറിലും മുറിയിലുമായി സൂക്ഷിച്ചിരുന്ന ഈ വൻ ശേഖരം വെറും ഒരു വിൽപ്പനയ്ക്ക് മാത്രമായിരുന്നു, അതോ നഗരത്തിലെ ഏതെങ്കിലും വമ്പൻ പാർട്ടികളെ ലക്ഷ്യം വെച്ചുള്ള നീക്കമായിരുന്നു? കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് മുക്കത്ത് ഡൽഹി ബന്ധമുള്ള സംഘം പിടിയിലായതും ഇപ്പോൾ കൊച്ചിയിൽ നടന്ന ഈ വേട്ടയും കൂട്ടി വായിക്കുമ്പോൾ കേരളം ഒരു വലിയ ലഹരി മാഫിയയുടെ സുരക്ഷിത താളമായി മാറിക്കഴിഞ്ഞു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഡിജിറ്റൽ ത്രാസും ഹാഷിഷ് ഓയിലുമായി പിടിയിലായ സുഹൈൽ വെറും ഒരു ഉപകരണം മാത്രമാണെന്നും ഇയാളെ നിയന്ത്രിക്കുന്ന വമ്പൻ സ്രാവുകൾ ഇനിയും നിയമത്തിന്റെ കണ്ണുവെട്ടിച്ച് പുറത്തുണ്ടെന്നുമാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നൽകുന്ന സൂചന. ആഘോഷങ്ങളുടെ മറവിൽ നമ്മുടെ യുവതലമുറയുടെ സിരകളിലേക്ക് വിഷം പടർത്തുന്ന ഈ മാഫിയ ശൃംഖലയുടെ അന്ത്യം കുറിക്കാൻ അധികാരികൾക്ക് കഴിയുമോ? അതോ ഒരു സുഹൈൽ വീഴുമ്പോൾ പകരം 10 സുഹൈൽമാർ ഈ രംഗത്തേക്ക് കടന്നു വരുമോ? കൊച്ചിയിലെ ലഹരി ഇടനാഴികളിൽ എക്സൈസ് വല മുറുക്കുമ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമെന്നുറപ്പാണ്.